നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എക്സലാണ്. എക്സലിൽ ഒരു ഡാറ്റ എൻട്രി ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഡാറ്റ എൻട്രി ഡീറ്റെയിൽസ് അത് എൻട്രി ചെയ്യുമ്പോൾ സേവ് ചെയ്യാൻ പറ്റാറില്ല. മൊത്തത്തിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. ഓരോന്നും സബ്മിറ്റ് ചെയ്യാൻ നമുക്ക് വിഷ്വൽ ബേസിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ VBAയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഡാറ്റ എൻട്രി ഫോംസൊക്കെ നമ്മൾ തയ്യാറാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് VBAയുടെ സപ്പോർട്ടില്ലാതെ മാക്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. VBAയിലാവുമ്പോൾ ചിലവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, കോഡ് ടൈപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതിന് പകരം നമ്മൾ മാക്രോ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഡാറ്റ എൻട്രിയുടെ ഫോം തയ്യാറാക്കാം. ഒരു എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനുള്ള ഒരു ഡാറ്റ എൻട്രി ഫോമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു പേജിനെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മൊത്തത്തിൽ ഈ പേജിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടി നമ്മുടെ പേജ് മൊത്തം സെലക്ട് ചെയ്യാൻ ഈ കോർണറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ പേജ് സെലക്ട് ആവും. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് കളറ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കണമെന്നുള്ളത് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. എംപ്ലോയിയുടെ ഡീറ്റെയിൽസാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഒരു കള്ളിയിൽ നമ്മൾ ഐ ഡി നമ്പർ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. അടുത്തത് എംപ്ലോയി നെയിമാണ് ടൈപ്പ് ചെയ്യണത്. EMP നെയിം എന്ന് കൊടുക്കുന്നു. പിന്നുള്ളത് അഡ്രസ്സാണ്. ഡെസിഗ്നേഷൻ കൊടുക്കുന്നുണ്ട്. അടുത്തത് അവരുടെ സാലറി. ഇത്രയും ഡീറ്റെയിൽ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ടൈപ്പ് ചെയ്തു. ഇതെല്ലാം നമുക്കൊന്നുകൂടെ വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഈ കോളംസൊക്കെ ഒന്ന് സൈസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് കളർ ചെയ്യാം. ഫോണ്ടിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് ബോൾഡ് ചെയ്യുന്നുണ്ട്. സൈസ് ഇത്രയും കൂടെ കൂട്ടാം. അടുത്ത കോളത്തിലായിട്ടാണ് നമുക്ക് ഡീറ്റെയിൽസ് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കോളം നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ അതിന് ഓൾ ബോർഡർ എന്ന് പറഞ്ഞിട്ട് ബോർഡർ കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റാം. ഇനി ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു സബ്മിറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ടിൽ വരിക, ഷേപ്പിൽ വന്നതിന് ശേഷം നമുക്കിതിന്ന് ഏത് ഷേപ്പ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഒരു ഷേപ്പ് സെലക്ട് ചെയ്ത് ഇവിടെ നമ്മൾ വരച്ചു കൊടുക്കുക. സബ്മിറ്റ് എന്ന് എഴുതാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ടെക്സ്റ്റ് എടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ എൻട്രി ചെയ്യുന്ന ഓരോ ഡീറ്റെയിൽസും വേറൊരു പേജിൽ നമുക്ക് സേവ് ചെയ്ത് കിട്ടണം. അപ്പോൾ താഴെ വന്ന് നമ്മൾ അടുത്ത ഷീറ്റും കൂടെ, ഷീറ്റ് 1 വരുന്നുണ്ട്, ഷീറ്റ് 2 ഇൻസേർട്ട് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ അവിടെ വരുന്ന ID നമ്പർ, അതേപോലെ EMP നെയിം, എംപ്ലോയി നെയിം കൊടുത്തു, അഡ്രസ്സ്, ഡെസിഗ്നേഷൻ, സാലറി. ഇത്രയും ഡീറ്റെയിൽ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ എൻട്രി ചെയ്യാനുള്ള ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+T എന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ടേബിളിൻ്റെ സ്റ്റൈലിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ Ctrl+T എന്നുള്ളത് അടിക്കുക. ക്രിയേറ്റ് ടേബിളാണ്. മൈ ടേബിൾ ഹാസ് ഹെഡർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുത്ത പേരുകളായിരിക്കും ഇതിൻ്റെ ഹെഡറായിട്ട് വരിക. അപ്പോൾ അത്രയും കൊടുത്ത് ഇതിൽ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടേബിളിൻ്റെ ഫോർമാറ്റിലേക്ക് വന്നു. ഇനി ഇതിൽ ഈ ബട്ടൺസ് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഇതിൽ വന്നിട്ട് ഷിഫ്റ്റ് Ctrl+L എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ മാറ്റം വരുത്താം. അപ്പോൾ നമുക്കിതിനെ
ഹൈഡ് ചെയ്ത് വയ്ക്കാൻ പറ്റി. ഇനി തിരിച്ച് നമ്മുടെ ഷീറ്റ് 1 വരിക. ഷീറ്റ് 1 വന്നതിന് ശേഷം ഇവിടെയാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിൽ എൻ്റർ ചെയ്യുക പേര്. ആദ്യം നമ്മളൊരു പേര് നമ്മൾ കൊടുക്കണം. ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. ഇതിനൊന്ന് അലൈൻമെൻറ്റൊക്കെ ഒന്ന് ശരിയാക്കുക. ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നമ്മളിതിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് വ്യൂ മെനു എടുക്കുക. അതിൽ മാക്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മാക്രോയിൽ റെക്കോർഡ് മാക്രോ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യണം. വ്യൂ മെനുവിൽ മാക്രോയിൽ റെക്കോർഡ് മാക്രോ സെലക്ട് ചെയ്യുക. ഇനി ഈ മാക്രോയ്ക്ക് ഒരു പേര് നമ്മൾ കൊടുക്കുക. ഇതിൽ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് സ്പേസ് ഇല്ലാതെ വേണം ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞിട്ടൊരു പേര് കൊടുത്തു. ഇനി ഇതിൽ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഡീറ്റെയിൽസിനെ നമ്മൾ സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി എന്നുള്ളത് എടുക്കുക. മാക്രോ ഓപ്പൺ ചെയ്ത് അതിനൊരു പേര് കൊടുത്തു. അതിനുശേഷം ഡീറ്റെയിൽസിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി എടുത്തു. ഷീറ്റ് 2 തിരിച്ച് വന്ന് പേസ്റ്റ് സ്പെഷ്യൽ എടുക്കുക. അതിൽ ട്രാൻസ്പോസ് സെലക്ട് ചെയ്ത് ഓക്കെ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ കോളത്തിൽ വെച്ചിട്ട് ഇവിടെ ഈ 2 എന്ന് പറയുന്ന ഈ റോഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇവിടെ പുതുതായിട്ട് ഒരു റോയും കൂടെ ഇൻസേർട്ട് ആവും. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ഷീറ്റ് 1 വരിക. അതിനുശേഷം നമ്മൾ ഇതിനെ ഡാറ്റേനെ ഡിലീറ്റ് ചെയ്ത് കളയുക. തിരിച്ച് മാക്രോയിൽ വരുന്നു. സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്നുള്ളത് എടുക്കുക. ഇനി സബ്മിറ്റ് ബട്ടണിൽ നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അസൈൻ മാക്രോസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അസൈൻ മാക്രോ സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ കൊടുത്ത ഡാറ്റ എൻട്രി എന്ന് പറയുന്ന പേര് സെലക്ട് ചെയ്ത് ഇവിടെ നമ്മൾ ഓക്കെ എന്നുള്ളത് കൊടുക്കുക. ഇത്രയും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം ഇനി നമ്മൾ ഇവിടെ അടുത്ത ഒരാളുടെ പേര് ഡീറ്റെയിൽസും കൊടുക്കാൻ പോവുകയാണ്. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മളിതിൽ സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഡീറ്റെയിൽസ് പോയിട്ടുണ്ട്, അതായത് സേവ് ആയിട്ടുണ്ട്. ഇനി അത് വന്നോന്ന് അറിയാൻ വേണ്ടി ഷീറ്റ് 2 നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത അടുത്ത ആളുടെ പേര് ഇവിടെ വരും. ഇനി വീണ്ടും ഷീറ്റ് 1 തിരിച്ചു വരുന്നു. അടുത്ത ആളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഇതേപോലെ കൊടുത്തു നോക്കാം. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോന്നിനെയും ഇതിൽ എൻ്റർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ഡീറ്റെയിൽസ് വരും. അപ്പം നമ്മൾ ഉപയോഗിച്ചത് VBA അല്ല, VBAയുടെ സപ്പോർട്ട് ഇല്ലാതെ മാക്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഒരു ഡാറ്റ എൻട്രി ഫോം തയ്യാറാക്കിയത്.